ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രഭീർ പുരകായസ്ഥയുടെ അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് സുപ്രീം കോടതി. പുരകായസ്ഥയെ ഉടൻ വിട്ടയക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം. UAPA ചുമത്തിയുള്ള ഡൽഹി പോലീസിന്റെ അറസ്റ്റും റിമാൻഡും നടപടിക്രമങ്ങൾ പാലിക്കാതെയെന്നും സുപ്രീം കോടതി. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബാലഗോപാൽ, 10,000 പേജിലധികം നീണ്ട കുറ്റപത്രമാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. UAPA അടക്കമുള്ള വകുപ്പുകൾ ഇന്ത്യയുടെ സമഗ്രാധിപത്യത്തെ, ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അട്ടിമറിക്കാൻ ചൈനയിൽ നിന്ന് പണം വാങ്ങിയെന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. കോടതിയുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? മാധു, ഈ കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കടന്നില്ല. മറിച്ച് ഈ കേസിൽ ഗുരുതരമായ വീഴ്ചകൾ ഡൽഹി പോലീസിന് പറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് BR ഗവായും സന്ദീപ് മേത്തയും അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്, ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയോട് ഈ അറസ്റ്റിന്റെ കാരണം എന്താണെന്ന് ബോധ്യപ്പെടുത്തണം. അതല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകനോട് അക്കാര്യം വ്യക്തമാക്കണം. അത് നടത്താതെയാണ്, അല്ലെങ്കിൽ ഈ പ്രബീർ പുർക്കായസ്ഥയോ അദ്ദേഹത്തിന്റെ അഭിഭാഷകനോടോ ഈ അറസ്റ്റിന്റെ കാര്യം എന്തെന്ന് വ്യക്തമാക്കാതെയാണ് ഈ അറസ്റ്റ് നടത്തിയതെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആ ഒരൊറ്റ കാരണത്താൽ തന്നെ ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും റിമാൻഡ് നിയമവിരുദ്ധമാണെന്നുമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഫലത്തിൽ പ്രബീർ പുർക്കായസ്ഥയെ ഉടൻ വിട്ടയക്കുവാനാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഉത്തരവിന്റെ പൂർണ്ണ രൂപം വൈകിട്ടോടുകൂടി മാത്രമേ ലഭ്യമാകുകയുള്ളൂ. ഏതായാലും കോടതിയുടെ ഈ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ വളരെ വൈകാതെ തന്നെ പ്രബീർ പുർക്കായസ്ഥ ഈ കേസിൽ ജയിൽ മോചിതനാകുമെന്നാണ് കരുതപ്പെടുന്നത്. മാധു പറഞ്ഞതുപോലെ തന്നെ ചൈനീസ് അനുകൂല പ്രചരണം നടത്തുക, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുക, കർഷക സമരത്തെ അനുകൂലമായി ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരായി പ്രവർത്തിക്കുക തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രബീർ പുർക്കായസ്ഥയ്ക്കെതിരെ UAPA നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിൻ്റെ ഈ അറസ്റ്റിൻ്റെ തന്നെ വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. അന്ന് ഇതിൻ്റെ കാരണങ്ങൾ വ്യക്തമാക്കാത്ത പോലീസ് പിന്നീട് കോടതിയിൽ ഏതാണ്ട് 10,000-ഓളം പേജ് വരുന്ന FIR കുറ്റപത്രമായിരുന്നു കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. ഏതായാലും ഡൽഹി പോലീസിനും കേന്ദ്ര സർക്കാരിനും ഇന്നത്തെ ഈ സുപ്രീം കോടതി ഉത്തരവ് കനത്ത തിരിച്ചടിയാണ്. മാധു. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രബീർ പുർക്കായസ്ഥയുടെ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് കോടതി.